നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ ദേവി നാരായണീ നമോസ്തുതേ. അപ്പോൾ സംഘത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം, സുസ്വാഗതം. ഇന്ന് നമ്മൾ ദൈവമഹാത്മ്യത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങളായിട്ട് നമ്മൾ മുന്നിലോട്ട് വയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേവീ മഹാത്മ്യം നമുക്ക് വശപ്പെടണം, നമുക്ക് കരഗതമാകണമെന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ദേവീ മഹാത്മ്യത്തിലെ നമ്മളെ ഏതുവരെ പറഞ്ഞു? അർഗളം, നവാംഗങ്ങൾ പറഞ്ഞു, അത് കഴിഞ്ഞ് നാമാനി പറഞ്ഞു, ആവാഹനം പറഞ്ഞു, നാമാനി പറഞ്ഞു, അർഗളമാണ് നമ്മൾ പറഞ്ഞ് തുടങ്ങിയത്. അർഗളം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്ഷ എന്നർത്ഥം, ഇല്ലേ? പാപശക്തികളെയൊക്കെ അടിച്ച് പുറത്താക്കി സാക്ഷി ഇടുക, പുണ്യശക്തികളെ അകത്ത് തന്നെ നിലനിർത്തുക എന്നൊക്കെ നമുക്ക് സാമാന്യ അർത്ഥം പറയാം നമുക്ക് ഈ അർഗളം എന്നുള്ള വാക്കിന്. അപ്പോൾ അർഗളമാണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ കമൻ്റ് വരുന്ന ഒരു കാര്യം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അടി ഒഴിവാക്കാൻ. എൻ്റെ പൊന്നമ്മ, ആ ഒരു കാര്യത്തിന് വല്ല മന്ത്രവും ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോകം എന്തായി പോയേനെ, ഇല്ലേ? അതാ. പിന്നെ ഇനി അതിൻ്റെ പേരും പറഞ്ഞായിരിക്കും, നീ ജപിക്ക്, ഇല്ല ഞാൻ ജപിക്ക്, ഇല്ല നിങ്ങൾ ജപിക്ക്, ഇല്ല ഞാൻ ജപിക്ക്. അപ്പോഴേക്കും പിന്നെ അദ്ദേഹം നമ്മുടെ കുടുംബത്തിലെ പിതൃപിതാമഹന്മാരെയൊക്കെ സ്മരിക്കാൻ തുടങ്ങും. അപ്പോൾ ഉടനെ നമ്മൾ തുടങ്ങും, എത്ര എൻജിനീയർമാർ വന്നു, എത്ര ഡോക്ടർമാർ വന്നു, എന്നിട്ട് എൻ്റെ ശിവനെ ശനി പിടിച്ച നേരത്ത് ഇങ്ങേരാണല്ലോ എൻ്റെ തലയിലോട്ട് വന്നതെന്ന് നമ്മൾ അങ്ങോട്ട് തുടങ്ങും. അപ്പോൾ ഉടനെ അങ്ങേര് തുടങ്ങും, ഐശ്വര്യായി വന്നു, സുസ്മിതാ സെൻ വന്നു, ഇല്ലേ? ഇത് എപ്പോഴാണ് നടക്കുന്നത്? മക്കളെ കല്യാണവും കഴിഞ്ഞ്, ഇല്ലേ? കൊച്ചുമക്കളെ കാണാറാവുമ്പോഴാണ് ഈ വിഷയങ്ങളൊക്കെ നടക്കുന്നത്. വിരോധമില്ല, എന്ത് വേണോ, ഇല്ലേ? അപ്പോൾ നമ്മൾ ഈ കുടുംബ പ്രാർത്ഥനയാണ് ഇതിന് ഒരു ഒറ്റ മടി എന്ന് പറയുന്നത്. ആ സമയത്ത് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഇരിക്കുമല്ലോ. അല്ലാതെ എപ്പോഴൊക്കെ അടുത്തിരുന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ സ്നേഹത്തിൽ തുടങ്ങും, അടിയിൽ അവസാനിക്കും, ഇല്ലേ? അമ്പലത്തിൽ പോകുന്ന കണ്ടിട്ടില്ലേ? അയ്യോ, അങ്ങോട്ട് തേനും ചക്കരയും പോലെ സാരി ഉടുത്തു കൊടുക്കുന്ന കാണാം, സാരി പിടിച്ചിട്ട് കൊടുക്കുന്ന കാണാം, ഒന്നും പറയണ്ട, സ്ലൈഡ് വെച്ച് കൊടുക്കുന്ന കാണാം. കാറിനകത്തോട്ട് അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയും പാകിസ്ഥാനുമാണ്. പിന്നെ അമ്പലം വരച്ച് കയറിക്കൊണ്ടിരിക്കും. അമ്പലം എത്തുമ്പോൾ എവിടെ നിന്ന് പറഞ്ഞിടാത്ത ഒരു പ്രേമഭക്തി വരും. അയ്യോ, പിന്നെ അങ്ങോട്ട് മെയ്ഡ് ഫോർ ഈച്ച് അതറായിട്ട്, ഇല്ലേ? ചിലപ്പം തിരിച്ചായിരിക്കും. ചിലപ്പം അവിടെ എത്തുമ്പോഴും ഇത് പരിഹരിച്ചില്ലെങ്കിൽ ഒരാൾ മുമ്പേ ഓടും, മറ്റേ ആൾ പിറകെ ഓടും, ഇല്ലേ? അപ്പോൾ ആ ഓട്ടത്തിൻ്റെ ഒരു ഡിസ്റ്റൻസ് വെച്ച്, ഇങ്ങോട്ട് നോക്കുന്നുണ്ടില്ല, ഇതൊന്നും അറിഞ്ഞൂടാത്ത പോലെ, മേനിറ്റ് ഇതൊക്കെ എന്നോടോ കളി ബാല, അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം. അങ്ങനെയൊക്കെ സംഭവിച്ചാലും കുഴപ്പമില്ല. ചട്ടിയും കുട്ടിയും ഒന്നല്ലല്ലോ. എന്തുവായിരുന്നു പറയുന്നത്? ചട്ടിയും കുട്ടിയും നല്ലല്ലോ, ചട്ടിയും കലവുമല്ലേ? അങ്ങനെ മുട്ടിയും തട്ടിയും കിടക്കും, അത്രയേ ഉള്ളൂ, ഇല്ലേ? അതിനൊക്കെ അത്ര പ്രാധാന്യമേ ഉള്ളൂ. എങ്കിലും ഇനിയിപ്പോൾ അതിനൊരു നാമം ചോദിച്ചിട്ട് പറഞ്ഞു തന്നില്ല എന്ന് പറയണ്ട. ഇനി ഈ പേരും പറഞ്ഞായിരിക്കും അടുത്ത അടി. ഇങ്ങോട്ട് വാ മനുഷ്യ, നാമം ജപിക്കാൻ, ഇവിടെ ഇരി മനുഷ്യ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലണ്ട, ഇല്ലേ? ഇനി പിന്നെ ഈ പരിഹരിക്കാൻ പോയ ഈ പണ്ടൊരു ചൊല്ലല്ലോ, ആ പേരെടുക്കാൻ പോയ ആരോ ഇരട്ട പറ്റുമെന്നോ അങ്ങനെ എന്തോന്നോ ഒരു ചൊല്ലുണ്ട്. അതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും നാമം പറഞ്ഞുതരാം, അല്ലേ? ഓം നമോ ഭഗവതേ രാമായ രാമചന്ദ്രായ സൗമ്യായ ശ്രീം നാരായണായ സീതായുക്തായ ലക്ഷ്മണസേവിതായ ശ്രീ സൗഭാഗ്യരൂപാത്മനെ ഹനുമത് സേവിതായ സത്യായ നമഃ. ഈ മന്ത്രം 1008 തവണ രാവിലെയും വൈകുന്നേരവും ജപിക്കണം. ഒരുമിച്ചിരുന്ന് ജപിക്കുമ്പോൾ 108 ആണെങ്കിലും അങ്ങ് സമ്മതിക്കാം, ഇല്ലേ? ഓക്കെ, ഡൺ. കാരണം അദ്ദേഹത്തിനെ നോക്കി എന്ത് ജപിക്കുന്നു? ഓം നമോ ഭഗവതേ. അയ്യോ, എൻ്റെ ഭഗവാനെ. ഭാവം മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം. സാധാരണ രീതിയിൽ അദ്ദേഹത്തിനെ മുമ്പ് വിളിച്ചിരുത്തിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പം അയ്യോ എൻ്റെ ഭഗവാനെ എന്ന് പറഞ്ഞു പോയാൽ ഭാവം പോയി. അതല്ല, സാക്ഷാൽ ഭഗവാനാണെന്നങ്ങ് വിചാരിച്ച് അങ്ങ് ജപിക്കണം. ഓം നമോ ഭഗവതേ രാമായ രാമചന്ദ്രായ സൗമ്യായ
എൻ്റെ പൊന്ന് സാറേ, സന്ധ്യ നേരത്തിരുന്ന് തമാശ പറയാതെ ആ ദേവി മഹാത്മ്യം വല്ലതും പറ സാറേ എന്നല്ലേ ഇപ്പം എൻ്റെ അടുത്ത് പറയാൻ വരുന്നത്. എനിക്കിതൊക്കെ കേൾക്കാം അമ്മേ. ഞാനാരാ മോൻ ഇല്ലേ? രാമായ രാമചന്ദ്രായ സൗമ്യായ ശ്രീനാരായണായ, പിന്നെ സീതായുക്തായ. അപ്പൊ സീത ആരായി? നമ്മൾ തന്നെ. പിന്നെ പോരെ, ഇനി അങ്ങ് ജപിച്ചോളൂ. സീതായുക്തായ ലക്ഷ്മണ സേവിതായ, സഹോദരനായ ലക്ഷ്മണനാൽ സേവിക്കപ്പെടുന്നവനെ. എൻ്റെ പൊന്ന് സാറേ, സാറിനെ പറഞ്ഞിട്ടിരിക്കാം. വാങ്ങിച്ചോണ്ട് പോയ പൈസ ഇതുവരെ തന്നിട്ടില്ല. ഞാൻ അറിയാതെ വിസ്കി കൊണ്ടുപോണ പൈസയ്ക്ക് കണക്കില്ല. പിന്നെ വളയും കമ്മലുമായിട്ട് എൻ്റെ പെട്ടിയിൽ നിന്ന് എന്തൊക്കെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെന്ന് സാറിന് പറഞ്ഞാൽ അറിഞ്ഞോട്ടെ. സാറിന് ഈ നാമവും പറഞ്ഞു തന്നിട്ട് 1008 പറഞ്ഞ് അങ്ങ് ജപിച്ചിട്ട് അങ്ങ് ഇരിക്കാനറിയാം. ഇത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ സാറേ, ഒരു തീ അങ്ങോട്ട് എന്ന് നമ്മുടെ സത്സംഗത്തിൽ അമ്മമാരും പറയില്ല. പറയുന്നത് ആര് പറയും? ആഫ്രിക്കയിൽ. അത്രയേ ഉള്ളൂ. ലക്ഷ്മണ സേവിതായ ശ്രീ സൗഭാഗ്യ രൂപാത്മനെ ഹനുമത് സേവിതായ സത്യായ നമ. അപ്പൊ ഈ നാമമാണ് 1008 തവണ ജപിക്കേണ്ടത്. ഒരിക്കൽ കൂടി പറയാം. ഓം നമോ ഭഗവതേ രാമായ രാമചന്ദ്രായ സൗമ്യായ ഓം ശ്രീനാരായണായ സീതായുക്തായ ലക്ഷ്മണ സേവിതായ ശ്രീ സൗഭാഗ്യ രൂപാത്മനെ ഹനുമത് സേവിതായ സത്യായ നമ. ഈ നാമം ജപിക്കണം ഇല്ലേ? ഹനുമത് സേവിതായ. കമന്റ് ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ അമ്മയെ കാണുമ്പോൾ എനിക്കിത് ഓർമ്മ വരും സാറേ. ഡോണ്ടു ഇല്ലേ? ശ്രീ ഹനുമത് സേവിതായ നമോ നമ. ഒരൊറ്റ മിനിറ്റ്, കോളാണ്. ഹലോ, ഇല്ല കോളിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓം നമോ ഭഗവതേ ഓം നമോ ഭഗവതേ. അപ്പൊ ആരാന്ന് ചോദിക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ലൈവ് പോവാണെന്ന് അല്ലേ. ഓം നമോ ഭഗവതേ രാമായ രാമചന്ദ്രായ സൗമ്യായ ശ്രീനാരായണായ സീതായുക്തായ ലക്ഷ്മണ സേവിതായ ശ്രീ സൗഭാഗ്യ രൂപാത്മനെ ഹനുമത് സേവിതായ സത്യായ നമ എന്ന മന്ത്രം നമ്മൾ ഉരുക്കഴിച്ചാലും മതി എന്നുള്ളതാണ് അതിൻ്റെ ഫാക്റ്റ്. ഇനി നമ്മൾ അർഗളത്തിനെ കുറിച്ച് പറയാം. അർഗളം എന്താണ് എന്നുള്ളത് പറയാം ഇല്ലേ? അർഗളം നമ്മൾ പറഞ്ഞു, അർഗളം എന്താണെന്നുള്ളത് പറഞ്ഞു ഇല്ലേ? അസ്യ ശ്രീ അർഗള സ്തോത്ര മഹാമന്ത്രസ്യ സ്വർണാകർഷണ ഭൈരവ ഋഷി അനുഷ്ഠിപ്പു ഛന്ദ ശ്രീ മഹാലക്ഷ്മി ചണ്ഡിക ദേവത അംബീജം ഗം ശക്തിളം കീലകം ശ്രീ മഹാലക്ഷ്മി പ്രസാദ സിദ്ധ്യർത്ഥേ ജപ വിനിയോഗ അം ഗം ളം ഇത്യാദി ഷഡംഗന്യാസം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അർഗളം തുടങ്ങുന്നത് ഇല്ലേ? അർഗളത്തിന്റെ ധ്യാനം ഇന്നലെ വളരെ വിസ്തരിച്ചു പറഞ്ഞതാണ്. പ്രകാശ മധ്യസ്ഥിത ചിത്സ്വരൂപാം വരാഭയ്യേ സന്തതതിം ത്രിനേത്രാം സിന്ദൂരവർണാഞ്ചിത കോമളാംഗിം മായാമയും തത്വമയും നമാമി. അപ്പോൾ അതിൻ്റെ സ്തോത്രം 1, 2, 3, 4 തുടങ്ങി അങ്ങോട്ടേക്ക് ഈ 24 സ്തോത്രങ്ങളും ഒന്ന് ഓടിച്ചു പറയാം. സൗകര്യം പോലെ എന്ത് ചെയ്യണം? എടുത്ത് കേട്ട് പഠിക്കണം ഇല്ലേ? ഓം നമോ ഭഗവതേ വാസുദേവായ. 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 സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഈ ചില സമയത്തുണ്ടല്ലോ ഈ ഫോണിനെ എടുത്ത് നമുക്ക് എങ്ങോട്ടേക്കെങ്കിലും ഒന്ന് വല്ല അരിക്കലിനകത്ത് ഒളിച്ചു വയ്ക്കാൻ മതി എന്ന് തോന്നും. കാരണം ഒന്നും നാമം ജപിക്കാൻ സമ്മതിക്കില്ല. പിന്നെ ഈ അത്യാവശ്യക്കാരെന്തെങ്കിലും ആണോ എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ എടുക്കുക ഇല്ലേ?
ശരി, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സ്തോത്രം നോക്കാം ഇല്ലേ. 1, 2 നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, എങ്കിലും ഒന്ന് ഓടിച്ചു പറഞ്ഞു പോവാം ഇല്ലേ. അപ്പോൾ അർഗളത്തിലെ സ്തോത്രം 1. ജയന്തി മംഗളകാളി ഭദ്രകാളി കപാലിനി ദുർഗാ ക്ഷമാ ശിവ ധാത്രി സ്വാഹ സ്വധാ നമോസ്തുതേ. 2. ജയം ത്വം ദേവി ചാമുണ്ടേ ജയ ഭൂതാപഹാരിണി ജയ സർവഗതേ ദേവി കളരാത്രി നമോസ്തുതേ. രണ്ടാമത്തെ ശ്ലോകം 3. മധു കൈഡഭവിഭ്രാം വിധാതൃവരദയേ നമാം രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി. അതിനകത്ത് ഒരു പാഠഭേദം പല ഗ്രന്ഥങ്ങളിലും കണ്ടിട്ടുള്ളത്. ചില ഗ്രന്ഥങ്ങളിൽ ആ ശ്ലോകം ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്: മധു കൈഡഭ വിഭ്രാവി. ചിലതിനകത്ത് വിധാതൃ കൂടെ ചേർത്തിട്ട്, ഏതാണെങ്കിലും വിരോധമില്ല. മധു കൈഡവ വിഭ്രാവി വിധാതൃവരദേ നമാം രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി. രൂപം ദേഹി ജയം ദേഹി. ഇനിയുള്ള 24 ശ്ലോകങ്ങളുടെയും അവസാനത്തെ 2 വരികൾ ഒന്നാണ്. രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി എന്ന് വച്ചു കഴിഞ്ഞാൽ ശാരീരികമായ ആകാരഭംഗിയും രൂപം ദേഹി ശരീരത്തിന്, ജയം ദേഹി പ്രശസ്തി വിജയം എന്നിവ പ്രദാനം ചെയ്താലും ദോഷപ്രവൃത്തി ചെയ്യുന്നവരെയും ശത്രുത പ്രവർത്തിക്കുന്നവരെയും ഇല്ലാതെയാക്കിയാലും എന്ന് പറയുന്നതാണ് അവസാനത്തെ. രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി. അപ്പം മൂന്നാമത്തെ ശ്ലോകം. അപ്പം ഇനി ഇതിൻ്റെ അർത്ഥം എടുത്ത് പറയണ്ടല്ലോ, ഈ 2 വരിയുടെ അർത്ഥം എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ, ഉണ്ടോ? രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി എന്ന് നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമില്ല. ഓക്കെ. 4-ാമത്തെ ശ്ലോകം. महिषासुरनिर्नाश विधात्री वरदे नमः. महिषासुरनिर्नाശ, महिषाസുരനെ നശിപ്പിച്ച, വിധാത്രി വരദേ നമാം, വരദേ ഭക്തർക്ക് വരദാനം നൽകുന്നവളെ, അവിടുത്തേക്ക് നമസ്കാരം. അപ്പോൾ महिषासुरനിർനാശ, महिषाസുരനെ നശിപ്പിച്ച, വിധാത്രി വിധാനം ചെയ്തവളെ, വിധാത്രേ വരദേ നമ രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി. 5-ാമത്തെ ശ്ലോകം. രക്തബീജവധേ ദേവി ചണ്ഡമുണ്ട വിനാശിനി. രക്തബീജവധേ, രക്തബീജനെ വധിച്ചവളെ, ചണ്ഡമുണ്ട വിനാശിനി ചണ്ഡമുണ്ടന്മാരെ നശിപ്പിച്ചവളെ, രക്തബീജവധേ ദേവി ചണ്ഡമുണ്ട വിനാശിനി രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി. അടുത്ത 6-ാമത്തത്. സുംഭസ്യൈവ നിശുംഭസ്യ ധൂമ്രാക്ഷസ്യ ചമർദിനി. അതായത് ശുംഭസ്യൈവ ശുംഭനെയും, നിശുംഭസ്യ നിശുംഭനെയും അല്ലെങ്കിൽ നിശുംഭന്റെ, ധൂമ്രാക്ഷസ്യ ചമർദിനി ധൂമ്രാക്ഷനെയും ധൂമ്രലോചനെയും മർദ്ദിച്ചവളെ. അപ്പോൾ ശുംഭ നിശുംഭ ധൂമ്രാക്ഷന്മാരെ മർദ്ദിച്ച് നിഗ്രഹിച്ചവളെ, എനിക്ക് രൂപം ജയം യശസ് ഇവ നൽകി ശത്രുക്കൾ നിഗ്രഹിച്ചാലും. ഒരിക്കൽ കൂടി. ശുംഭസ്യൈവ നിശുംഭസ്യ ധൂമ്രാക്ഷസ്യ ചമർദിനി രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി. അടുത്തത്. വന്ദിത അംഘ്രിയുഗേ, അംഘ്രി എന്ന് വെച്ചാൽ പാദം, അപ്പൊ ചേർത്ത് വായിക്കുമ്പോൾ വന്ദിതാംഘ്രിയുഗേ ദേവി സർവസൗഭാഗ്യദായിനി രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി. വന്ദിതാംഘ്രി യുഗേ ദേവി. അവിടെ വന്ദിതാംഘ്രി യുഗേ, അംഘ്രി എന്ന് വെച്ചാൽ പാദം ഇല്ലേ. വന്ദിതാംഘ്രി യുഗേ, എല്ലാ ഐശ്വര്യവും സൗഭാഗ്യവും പ്രദാനം ചെയ്യുന്ന ദേവിയുടെ പാതാരവിന്ദങ്ങളെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു.
തൊഴുതു വന്ദിക്കാൻ യോഗ്യമായ പാദങ്ങളോടുകൂടിയ സർവ്വസൗഭാഗ്യദായിനി അവിടുന്ന് രൂപം, ജയം, യശസ് തുടങ്ങിയവ എനിക്ക് നൽകി ശത്രുക്കളെ നിർമാർജനം ചെയ്യണം. വന്ദിതാംഗ്രിയുഗേ ദേവി സർവസൗഭാഗ്യദായിനി രൂപം ദേഹി, ജയം ദേഹി, യശോ ദേഹി, ദിശ്വജഹി. അടുത്തത് അചിന്യ രൂപചരിതേ സർവശത്രുവിനാശിനി രൂപം ദേഹി, ജയം ദേഹി, യശോ ദേഹി, ദ്വിഷോജഹി. 8ാമത്തെ ശ്ലോകമാണ് ഇല്ലേ, അർഗളത്തിലെ 8. അചിന്യ രൂപചരിതേ, ചിന്തിക്കുവാനാകാത്ത അചിന്യ രൂപ, ചിന്തിക്കുവാനാകാത്ത ആകാരത്തോടു കൂടിയവളെ, ചിന്തിക്കാനാകാത്ത ചരിതങ്ങളോട് കൂടിയവളെ, അചിന്യ രൂപചരിതേ സർവശത്രുവിനാശിനി, സർവശത്രുക്കളെയും നശിപ്പിക്കുന്നവളെ, രൂപം ദേഹി, ജയം ദേഹി, യശോ ദേഹി, ദ്വിഷോ ജഹി എന്ന് പറഞ്ഞു വയ്ക്കുന്നു. അടുത്ത 9ാമത്തത് നദേഭ്യ സർവദാ ഭക്ത്യാ ചണ്ഡികേ ദുരിതാപഹേ. നദേഭ്യ എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നവർക്ക്, സർവദാ ഭക്ത്യാം ചണ്ഡികേ ദുരിതാപഹേ, ചണ്ഡികേ ദുരിതാപഹേ, ദുരിതങ്ങളെ അപഹരിക്കുന്നവളെ. നദേഭ്യ സർവദാ ഭക്ത്യ, നമസ്കരിക്കുന്നവർക്ക് സർവഭക്തിയെയും സർവ്വതും നൽകുന്നവളെ. ചണ്ഡികേ ദുരിതാപഹേ, ചണ്ഡികേ ദുരിതങ്ങളെ അപഹരിക്കുന്നവളെ. രൂപം ദേഹി, ജയം ദേഹി, യശോ ദേഹി, ദ്വിഷോ ജഹി. 10ാമത്തത് അവിടെ സ്തുവദ്ഭ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തുതിക്കുന്ന വ്യക്തികൾക്ക്, സ്തുതഭ്യോ, അതൊരിക്കൽ കൂടി പറയൂ, സ്തുവദ്ഭ്യോ. ഭക്തിപൂർവം ത്വാം ചണ്ഡികേ വ്യാധിനാശിനി, ചണ്ഡികാദേവിയെ ഭക്തിപൂർവം സ്തുതിക്കുന്നവൾക്ക് വ്യാധികളെ നശിപ്പിക്കുന്നവളെ. അപ്പോൾ ശബ്ദം നല്ലോണം പോയിട്ടുണ്ടേ. ചണ്ഡികാദേവിയെ നല്ലവണ്ണം സ്മരിക്കുന്നവൾക്ക്, ഭജിക്കുന്നവർക്ക് വ്യാധികളെ നശിപ്പിക്കുന്നവളെ എന്നാണ് അവിടുത്തെ അർത്ഥം. സ്തുവദ്ഭ്യോ ഭക്തിപൂർവം ത്വാം ചണ്ഡികേ വ്യാധിനാശിനി രൂപം ദേഹി, ജയം ദേഹി, യശോ ദേഹി, ദ്വിഷോ ജഹി. അടുത്ത 11 ചണ്ഡികേ സതതം യത്വാം, ചണ്ഡികേ സതതം യേത്വാം അർച്ചയന്തീഹ ഭക്തിത രൂപം ദേഹി, ജയം ദേഹി. ഭക്തിത ഭക്തിപൂർവം, യേ ആരാണോ, സതതം സർവവും. അപ്പോൾ ഇവിടെ എന്താണ്, ഉപാസനാദേവിക്ക് അർച്ചന നൽകുന്നതിനെ കുറിച്ചാണ് ഇവിടുത്തെ പ്രതിപാദ്യം 11ാമത്തെ ശ്ലോകത്തിൽ. ആരാണോ ദേവിയെ സദാ മനസ്സിൽ സ്മരിച്ച് അർച്ചിക്കുന്നത്, അങ്ങനെയുള്ളവർക്ക് സർവരൂപം ദേഹി, ജയം ദേഹി, യശോ ദേഹി, ദിശോ ജഹി എന്ന് നമ്മൾ പറയും. അപ്പോൾ 11ാമത്തെ ചണ്ഡികേ സതതം യേ ത്വാം അർച്ചയന്തീഹ ഭക്തിതാം രൂപം ദേഹി, ജയം ദേഹി, യശോ ദേഹി, ദിശോ ജഹി. 12ാമത്തെ ശ്ലോകം ദേഹി സൗഭാഗ്യമാരോഗ്യം ദേഹി മേ പരമം സുഖം രൂപം ദേഹി, ജയം ദേഹി, യശോ ദേഹി, ദ്വിഷോ ജഹി. അവിടെ നോക്കിക്കോളൂ, ദേഹി സൗഭാഗ്യമാരോഗ്യം, ആയുരാരോഗ്യ സൗഭാഗ്യത്തിനും, ദേഹി മേ പരമം സുഖം, സകലവിധ സുഖത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇവിടെ. ദേവിക്ക് സൗഭാഗ്യവും ആരോഗ്യവും അനിർവചനീയമായ പരമമായ സുഖവും നൽകണമെന്നും, എനിക്ക് രൂപം, ജയം, യശസ് എന്നിവ പ്രദാനം ചെയ്യണമെന്നും, ശത്രുക്കളെ നിർമാർജനം ചെയ്യണമെന്നുമുള്ള പ്രാർത്ഥനയാണ് ഈ 12. ദേഹി സൗഭാഗ്യമാരോഗ്യം ദേഹി മേ പരമം സുഖം രൂപം ദേഹി, ജയം ദേഹി, യശോ ദേഹി, ദ്വിഷോ ജഹി. അടുത്ത 13 വിദേഹി ദ്വിഷതാം നാശം വിദേഹി ബലമുച്ചൈക രൂപം ദേഹി, ജയം ദേഹി, യശോ ദേഹി, ദ്വിഷോ ജഹി. അവിടെ വിദേഹി ദ്വിഷിതാം നാശം, അവിടെ എന്താണ്, വിദേഹി ദ്വിഷിതാം നാശം, സർവവിധമായ ശത്രുനാശനത്തിനും. വിദേഹി ദ്വിഷിതാം നാശം വിദേഹി ബലമുച്ചൈക, അവിടെ ഉച്ചകൈ എന്ന് പറഞ്ഞാൽ ഉച്ചത്തിലുള്ള സർവവിധമായ ശത്രുനാശത്തിനും ശക്തിക്കും വേണ്ടിയുള്ള ശ്ലോകമാണ് ഇതെന്നാണ് ആചാര്യന്മാരെ ഈ ശ്ലോകത്തെ പറയുക. വിദേഹി ദ്വിഷിതാം നാശം വിദേഹി ബലമുച്ചകൈ, അവിടെ ഉച്ചകൈ എന്ന് ജപിക്കുന്നത് ഗുണത്തെ ചെയ്യും. രൂപം ദേഹി, ജയം ദേഹി, യശോ ദേഹി, ദ്വിഷോ ജഹി. ശത്രുനാശമാണ്
ഈ 13ന്റെ ഫലം. അടുത്ത 14 ഐശ്വര്യത്തിനും മംഗളത്തിനും വേണ്ടിയാണ് 14ാമത്തെ ശ്ലോകം. വിദേഹി ദേഹി ദേവി കല്യാണം, വിദേഹി ദേവി കല്യാണം, വിദേഹി വിപുലാം ശ്രിയം, രൂപം ദേഹി ജയം ദേഹി, യശോ ദേഹി ദ്വിഷോ ജഹി. വിദേഹി ദേഹി കല്യാണം, കല്യാണം മംഗളകരം എന്നുള്ള അർത്ഥത്തിൽ. വിദേഹി വിപുലാം ശ്രിയം, ശ്രിയം ശ്രീയെ. അപ്പോൾ സർവ്വ ഐശ്വര്യത്തിനും വേണ്ടിയാണിത്. ആ ശ്ലോകം ഒരിക്കൽ കൂടി. വിദേഹി ദേവി കല്യാണം, വിദേഹി വിപുലാം ശ്രിയം, രൂപം ദേഹി ജയം ദേഹി, യശോ ദേഹി ദ്വിഷോ ജഹി എന്ന് പറയുന്നതാണ് ഈ 14ാമത്തെ അർഗളത്തിലെ സ്തോത്രം. ഇനി 15 വിദ്യ, ലക്ഷ്മിയും മഹാലക്ഷ്മിയും മഹാസരസ്വതിയും ഒരുമിച്ചുണ്ടാകണമെന്നുള്ള പ്രാർത്ഥനയാണ്. വിദ്യയും മഹാലക്ഷ്മിയും ഒരുമിച്ചുണ്ടാകണമെന്നുള്ള പ്രാർത്ഥനയാണ്. വിദ്യാവന്തം യശസ്വന്തം ലക്ഷ്മീവന്തം ച മാം കുരു, രൂപം ദേഹി ജയം ദേഹി. വിദ്യാവന്തം വിദ്യയുള്ളവൻ, വിദ്യാവന്തം വിദ്യയുള്ളവൻ, യശസ്വന്തം അവിടെ യശസ്വന്തം യശസ്സുള്ളവൻ, കുരു ചെയ്താലും, ലക്ഷ്മീവന്തം ലക്ഷ്മിയുള്ളവൻ. അപ്പോൾ അവിടെ വിദ്യയും വേണം, യശസ്സും വേണം, ലക്ഷ്മിയും വേണം. ഇത് മൂന്നും കാംക്ഷിക്കുന്നവർ ഈ 15ാമത്തെ ശ്ലോകം ഒന്ന് കാണാതെ പഠിച്ച് കഴിയുന്നത്ര ജപിക്കണം. വിദ്യാവന്തം യശസ്വന്തം ലക്ഷ്മീവന്തം ച മാം ഗുരു, രൂപം ദേഹി ജയം ദേഹി, യശോ ദേഹി ദ്വിഷോ ജഹി. വിദ്യയെക്കുറിച്ച് ഈ ശ്ലോകം വ്യക്തമാക്കുന്നു. ദേവി അടിയനെ വിദ്യയോടും യശസ്സോടും ലക്ഷ്മിയോടും കൂടി ചേർത്ത് നിർത്തണമേ. അടിയന് രൂപം ജയം യശസ് എന്നിവ നൽകി ശത്രുക്കളെ നശിപ്പിക്കണമേ എന്ന് പറയുന്നു. അടുത്തത് 16ാമത്തെ ശ്ലോകം. എൻ്റെ ശത്രുക്കളെ നശിപ്പിക്കണമേ എന്ന് പറയുന്ന ഒരു ശ്ലോകമാണ് ഇല്ലേ. പ്രചണ്ഡമായ രൂപം ധരിച്ചിരിക്കുന്ന ചണ്ഡികാദേവിയെ ഇല്ലേ. പ്രചണ്ഡ ത്യൈ ദർഭഗ്നൈ, ദർപ്പം അഹങ്കാരം, ദർഭഗ്നൈ ദർപ്പത്തെ നശിപ്പിച്ചവളെ. പ്രചണ്ഡത്യൈ ദർഭഗ്നൈ ചണ്ഡികേ പ്രണതായ മേ, രൂപം ദേഹി ജയം ദേഹി. പ്രചണ്ഡത്യൈ ദർഭഗ്നൈ ചണ്ഡികേ പ്രണതായ മേ, രൂപം ദേഹി ജയം ദേഹി, യശോ ദേഹി ദ്വിഷോ ജഹി എന്ന് പറഞ്ഞു വയ്ക്കുന്നു. 17 ചതുർഭുജേ ചതുർവക്ത്രേ സംസ്തുതേ പരമേശ്വരി, രൂപം ദേഹി ജയം ദേഹി, യശോ ദേഹി ദ്വിഷോ ജഹി. ചതുർഭുജേ ചതുർവക്ത്രേ സംസ്തുതേ പരമേശ്വരി, രൂപം ദേഹി ജയം ദേഹി, യശോ ദേഹി ദ്വിഷോ ജഹി. ചതുർഭുജങ്ങളോടുകൂടിയ ദേവി, ബ്രഹ്മാവിനാൽ നല്ല രീതിയിൽ സ്തുതിക്കപ്പെട്ടവളായ പരമേശ്വരി, എനിക്ക് സർവ്വ ഐശ്വര്യത്തെയും തരണം, എൻ്റെ ശത്രുക്കളെ നശിപ്പിക്കണം എന്ന് പറയുന്ന ഭാഗമാണ് 17. ചതുർഭുജേ 4 കൈകളുള്ളവൾ, ചതുർവക്ത്രേ ചതുർവക്ത്ര സംസ്തുതേ ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെടുന്നവളെ, പരമേശ്വരി, രൂപം ദേഹി ജയം ദേഹി, യശോ ദേഹി ദ്വിഷോ ജഹി. അടുത്ത 18ാമത്തത്. ശ്രീകൃഷ്ണ ഭഗവാൻ എന്നും ഭക്തിയോടെ എല്ലായ്പ്പോഴും സ്തുതിക്കപ്പെട്ടവളായ അംബികാദേവി അടിയന്, അതായത് ശ്രീകൃഷ്ണ ഭഗവാനാൽ സ്തുതിക്കപ്പെടുന്നവളെ എന്നർത്ഥം ഇല്ലേ. ശ്രീകൃഷ്ണ ഭഗവാൻ ദേവി ഭാഗവത്തിന് മറ്റു ചില ഭാഗങ്ങളും ദേവിയെ ആരാധിച്ച് സ്തുതിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നവാഹം എന്ന് പറയുന്ന സങ്കല്പം തന്നെ ഇല്ലേ, നവാഹം എന്ന് പറയുന്ന സങ്കല്പം തന്നെ അങ്ങനെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ കൃഷ്ണേന സംസ്തുതേ ദേവി, കൃഷ്ണനാൽ സ്തുതിക്കപ്പെടുന്ന ദേവി. ശശ്വത് ഭക്തിയ, എപ്പോഴുമുള്ള ഭക്തിയോടെ, ശശ്വത് ഭക്തിയ ത്വമംബികേ, രൂപം ദേഹി ജയം ദേഹി, യശോ ദേഹി ദ്വിഷോ ജഹി എന്ന് 18ാമത്തെ ശ്ലോകം കൊണ്ടും 19ാമത്തെ ശ്ലോകം കൊണ്ട് പറയുന്നു. എന്താ? സുരാസുരശിരോരഗ്നേ, ദേവന്മാരും അസുരന്മാരും ജഗദംബയായ ദേവിയും പാദങ്ങളിൽ നമസ്കരിക്കുമ്പോൾ ഇവർ ധരിച്ചിരിക്കുന്ന കിരീടത്തിലെ രത്നങ്ങൾ ദേവിയുടെ പാദങ്ങളിൽ ഉരസുന്നു. ദേവന്മാരും അസുരന്മാരും രണ്ടുപേരും സുരാസുരശിരോരഗ്നേന, സുരന്മാരും അസുരന്മാരുടെയും ശിരോരഗ്നേന. നികൃഷ്ട എന്നുള്ള പദത്തിന് ഇവിടെ നികൃഷ്ടം എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മൾ ഈ പറയുന്ന അർത്ഥത്തിലല്ല. നികൃഷ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരസുന്നത് എന്നുള്ള. നികൃഷ്ട ചരണേ, ഉരസുന്ന പാദങ്ങളോടുകൂടിയ. ചരണേ അംബികേ, രൂപം ദേഹി ജയം ദേഹി, യശോ ദേഹി ദ്വിഷോ ജഹി.
സുരാസുരശിരോ രത്ന നികൃഷ്ടചരണേ അംബികേ. ചില ഗ്രന്ഥങ്ങളിൽ നികൃഷ്ട ചരണാംബികെ എന്ന് കൊടുത്തിട്ടുണ്ട്. നികൃഷ്ട ചരണേ അംബിക എന്ന് പറയുമ്പോൾ, പദം പിരിച്ചു പറയുമ്പോൾ അഭാവം ഒന്ന് ഉറയ്ക്കും. ഇനി 20-ാമത്തത് ഇന്ദ്രാണീപതി സദ്ഭാവം. ഇന്ദ്രാണിയുടെ പതിയായ ദേവേന്ദ്രൻ സദ്ഭാവത്തോടെ. ഇന്ദ്രാണീപതി സദ്ഭാവ പൂജിത പരമേശ്വരി. ഇന്ദ്രാണിയുടെ പത്നിയാണ്, ഇന്ദ്രാണിയുടെ പതിയായ. ഇന്ദ്രാണി ആര്? ദേവേന്ദ്രന്റെ ഭാര്യ. ദേവേന്ദ്രന്റെ ഭാര്യയുടെ ഭർത്താവാര്? ദേവേന്ദ്രൻ, ഇല്ലേ? ഇന്ദ്രാണിയുടെ പതിയായ ദേവേന്ദ്രൻ സത്സ്വഭാവത്തോടുകൂടി സദ്ഭാവത്തോടുകൂടി പൂജിക്കപ്പെട്ട മഹാമായയായ പരമേശ്വരി. രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദുഷോ ജഹി. ഇന്ദ്രാണീപതി സദ്ഭാവ പൂജിതേ പരമേശ്വരി. രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദുഷോ ജഹി. 21 എന്ന് പറയുന്നത് അസുരന്മാരുടെ അഹങ്കാരത്തെയും ബാഹുബലത്തെയും നശിപ്പിച്ച ദേവിയെ സ്തുതിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും കടന്നു വരുന്ന അസുരന്മാരുടെ സർവ്വതും നശിപ്പിക്കണമെന്നുള്ള പ്രാർത്ഥന കൂടിയാണിത്, ഇല്ലേ? ദേവി പ്രചണ്ഡ. അവിടെ ശ്രദ്ധിച്ചു വായിക്കണം. ദേവി പ്രചണ്ഡ ദോർദണ്ഡ ദൈത്യദർപ്പ വിനാശിനി. ദേവി പ്രചണ്ഡ ദോർദണ്ഡ ദൈത്യദർപ്പ വിനാശിനി. രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദ്വിഷോ ജഹി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുത്ത 22-ാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലയോ ദേവി, ഉത്തമന്മാരായ ഭക്തർക്ക് ആനന്ദോദയത്തെ ദാനം ചെയ്യുന്നവളും. എനിക്ക് രൂപം, യശസ് തുടങ്ങിയിട്ടുള്ള സർവ്വ സൗഭാഗ്യങ്ങളും തരണമെന്നുള്ള പ്രാർത്ഥനയാണ്, ഇല്ലേ? ദേവി ഭക്തജനോദ്ധാമ ദത്താനന്ദോദയേ അംബികേ. ഭക്തജനോദ്ധമ എന്ന് വെച്ചാൽ ഭക്തജനങ്ങളിൽ ഉദാമന്മാരായവർ എന്ന് അർത്ഥം. ദേവി ഭക്തജനോദ്ധാമ ദത്താനന്ദോദയേ അംബികേ. ദേവി ഭക്തജനോദ്ധാമ ദത്താനന്ദായമംബികേ. രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി. അടുത്ത 23. പത്നിം മനോരമാം ദേഹി മനോവൃത്താനുസാരിണീം താരിണീം ദുർഗസംസാര സാഗരസ്യ കുലോദ്ഭവാം. പത്നിം മനോരമാം ദേഹീം. അവിടെ എൻ്റെ മനസ്സിനെ രമിപ്പിക്കുന്ന പത്നി, എൻ്റെ മനോവൃത്തിയെ അനുസരിക്കുന്നവളും. ഇവിടെ ശാരീരിക ബന്ധങ്ങളല്ല ഉദ്ദേശിക്കുന്നത്, മനസ്സുകളെ ആകർഷണവും ലയനവുമാണ്. ജീവിതത്തിൻ്റെ ദുർഗമമായ മാർഗങ്ങൾ സ്വീകരിക്കാതെ ആധ്യാത്മിക ഭൗതിക ആഗ്രഹങ്ങൾക്ക് ആവശ്യമായ സ്ഥാനം നൽകാതെ സംസാര സാഗരത്തെ തരണം ചെയ്തവളും ഉത്തമമായ കുടുംബത്തിൽ ജനിച്ചവളുമായ പത്നിയെ തരയണമേ എന്ന് പറയുന്ന ഭാഗമാണ് ഇത്. ചില ഭാഗത്ത് നമ്മൾ പറയാറുണ്ട്, ഈ കല്യാണമൊക്കെ നടക്കാതെ വരുമ്പോൾ നമ്മൾ പറയും ആർഗ്ലത്തിൽ ആ 23 ഒന്ന് ജപിച്ചു നോക്കൂ നമ്മൾ പറയാറുണ്ട്. പത്നിം മനോരമാം ദേഹി മനോവൃത്താനുസാരിണീം താരിണീം ദുർഗസംസാര സാഗരസ്യ കുലോദ്ഭവാം. വലിയ ശല്യങ്ങളൊന്നും ഉണ്ടാക്കാത്ത ഒരു ഭാര്യയെ തരണം എന്ന് പ്രാർത്ഥിക്കുന്നതാണില്ലേ. പത്നിം മനോരമാം ദേഹിം മനോവൃത്താനുസാരിണീം താരിണീം ദുർഗസംസാര സാഗരസ്യ കുലോദ്ഭവാം എന്ന് പറയുന്ന ഭാഗം. അതിൽ അർഗ്ലത്തിലെ 24-ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് പുത്രാൻ ദേഹി ധനം ദേഹി സർവകാമാം ച ദേഹി മേ. രൂപം ദേഹി ധനം ദേഹി യശോ ദേഹി ദുഷോ ജഹി. ദേവി എനിക്ക് പുത്രന്മാരെയും, ഈ കാലത്തെ പുത്രന്മാർക്കും പുത്രിമാർക്കും ഒക്കെ ഒരു സ്ഥാനമായതുകൊണ്ട് പുത്രന്മാരെന്ന് പറഞ്ഞാൽ സത്സന്താനം എന്നുള്ള അർത്ഥം എടുത്താൽ മതി, ഇല്ലേ? ജീവിതത്തിന് ആവശ്യമായ ധനവും. പുത്രാൻ ദേഹി ധനം ദേഹി, പൈസ ധനത്തെ തന്നാലും. സർവകാമാം ച ദേഹി മേ, സർവ്വ ആഗ്രഹങ്ങളെയും സാധിപ്പിച്ചു തന്നാലും. രൂപം ദേഹി ധനം ദേഹി യശോ ദേഹി ദുഷോ ജഹി. അങ്ങനെ 24 ശ്ലോകങ്ങളെ കൊണ്ടാണ്, ചില ഗ്രന്ഥങ്ങൾ അത് 28 ഉണ്ട്, ചിലതിൽ 24. 24 ഒരു മിനിമം സംഖ്യ ആയതുകൊണ്ടാണ് 24 ശ്ലോകങ്ങളെ കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ
അർഗളം പറയുന്നത്. അപ്പോൾ പലതവണ കേട്ട് 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 ഈ അർഗളം ഒന്ന് എഴുതിയെടുത്ത് കൂടെ ജപിച്ച് പഠിച്ചു വന്നാൽ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടാവും. സർവ്വ സൗഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് നാളെ നമുക്ക് കാണാം, ഇല്ലേ? സാറ് ലൈവ് നടക്കുമ്പോൾ റെക്കോർഡ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അത് അപ്പോൾ അതങ്ങനെ ഓർമ്മിച്ചില്ല, ലൈവാണെന്നൊന്നും ഓർമ്മിച്ചില്ല. അതാ. അപ്പോൾ സന്തോഷം, ഇല്ലേ? സന്തോഷമായിട്ടിരിക്കും, ഇല്ലേ? എങ്ങനെയുണ്ട് ആരോഗ്യമൊക്കെ? എങ്ങനെയുണ്ട് ആരോഗ്യമൊക്കെ? നോക്കുന്നുണ്ടോ? മക്കളെ വിളിക്കാറുണ്ടോ? ഇല്ലേ? എന്തുണ്ട് വിശേഷങ്ങളൊക്കെ പറയൂ, ഇല്ലേ? അർഗള സ്തോത്രം കുറച്ച് വലുതാണ്, പഠിച്ചു എന്ന് വിചാരിക്കണം, അല്ലേ? സാറ് തലയിൽ എണ്ണ തേച്ചു. ആ എണ്ണ തേച്ചു, കുറേ തേച്ചു. അതല്ലേ ഈ പശു നോക്കിയ പോലെ ഇരിക്കുന്നത്, അല്ലേ? സർവ്വഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആനന്ദത്തോടെ പ്രേമത്തോടുകൂടി. സാറിൻ്റെ ഒട്ടകം എവിടെ? ഈ ഒട്ടകത്തിനകത്ത് പൈസ ഇടാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഇതിനകത്ത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ, ഇതിനകത്ത് ട്വിങ് ട്വിങ് ചുവന്ന ഇതൊക്കെയുണ്ട്, ഇല്ലേ? അതാ. അപ്പം ടിങ് 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 ടിങ്. ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റാണ്. മസിൽ പിടിക്കാതെ സന്തോഷത്തോടു കൂടി ആനന്ദത്തോടു കൂടി നാമം ജപിച്ച് സർവൈശ്വര്യങ്ങളും ഭഗവാൻ ഭഗവതിയും തരട്ടെന്ന് പ്രാർത്ഥിച്ച് ഹരി 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 ബോൾ രാധേ 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 ശ്രീ സത് ശ്രീ അകാൽ. അപ്പം നമുക്ക് നാളെ കാണാം.